എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത്. വൈകുന്നേരത്തെ ചായക്കൊപ്പവും അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോഴും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. പിന്നെ ഇഫ്താറിനും ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഈ വീഡിയോ ഞാൻ ഒരു തവണ ഇട്ടതാണ്. ഒരുപാട് പേര് കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞ വീഡിയോ ആണ്. അതുകൊണ്ടാണ് വീണ്ടും ഒന്നും കൂടെ ഇടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചിക്കനും മയോണീസും മുട്ടയും ചമ്മന്തിയും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് 3 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിന് അളന്നിട്ട് 3 കപ്പ് മൈദയാണ് എടുത്തിന്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ടാണ് പൊടിയിലേക്ക് നേരിട്ടിട്ട് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിത് കുഴക്കാനായിട്ട് എടുക്കുന്ന പാലിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതാ ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 1 കപ്പ് ചെറു ചൂടുള്ള പാലും എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് പകുതിയോളം ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. പിന്നീട് വേണമെങ്കിൽ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം. പാലിന് ഒരളവൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ പൊടിക്ക് പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. എടുക്കുന്ന സമയത്ത് ചെറു ചൂടുള്ള പാല് തന്നെ എടുക്കുക. അങ്ങനെ പാലൊക്കെ ഒഴിച്ചിട്ട് മാവെല്ലാം കൂടി നന്നായിട്ട് കൂട്ടിക്കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള ആ ഒരു പ്രശ്നമൊക്കെ ഒന്ന് പോയി കിട്ടിക്കോളും. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കുക. ഇതാ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കുക. 2 മിനിറ്റോളം നന്നായിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കിതൊന്ന് പൊങ്ങാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. പൊങ്ങി ഡബിൾ സൈസായി വരണം. ഓരോ സ്ഥലത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് പൊങ്ങുന്ന ടൈമിലൊക്കെ വ്യത്യാസം ഉണ്ടാകും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. 1.5 മണിക്കൂറാവും ഇത് പൊങ്ങി കിട്ടാൻ. അപ്പോൾ പൊങ്ങി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ, ഉപ്പും മഞ്ഞൾപ്പൊടിയും ക്രഷ് ചെയ്ത കുരുമുളകും കുറച്ച് ഗരം മസാലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിനെ ഒന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷാക്കി എടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതുപോലെ ആയി കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ചും കൂടി ഉണ്ട്. അതും കൂടെ ഒന്ന് പൊടിച്ചിട്ട് ഇതുപോലെ തന്നെ പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊരു ചമ്മന്തി റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു 2 കപ്പ് തേങ്ങ ചിരകിയതും ഒരു 5 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഇതാ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുതിന ഇല എടുത്തിട്ടുണ്ട്. പുതിന ഇല മല്ലിയിലക്കാളും ഒരു 1/4 ഭാഗം മാത്രം മതി. ഇനി നമുക്കിതെല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി ഒന്ന് കഷ്ണാക്കിയിട്ട് ഇട്ട് കൊടുക്കുക, പെട്ടെന്നൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ എല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുത്തിട്ട് വരാം. നല്ലോണം അരിഞ്ഞു പോകരുത്. നമ്മൾ ബിരിയാണിക്കെല്ലാം ചമ്മന്തി ആക്കലില്ലേ, ആ ഒരു രീതിയിൽ ആക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അങ്ങനെ ഇതാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തി റെഡിയായി. അതുപോലെ തന്നെ ചിക്കൻ നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷാക്കി എടുത്ത് പിന്നെ നമുക്ക് മയോണീസാണ് വേണ്ടത്. അപ്പോൾ ഇതാ മയോണീസ് ഞാനിപ്പോൾ റെഡിയാക്കിയതാണ്. മയോണീസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത്. പിന്നെ ഈ ഒരു മയോണീസ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. ആ ഒരു മയോണീസിൻ്റെ വീഡിയോയിൽ അത് ചേർത്തിട്ടില്ല. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം നിങ്ങൾ ഉണ്ടാക്കാൻ. പിന്നെ ഒരു 3 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്കിത്
6 ബോൾസ് ആക്കി മാറ്റാം. ഒരു പോലത്തെ 6 ബോൾസ് ആക്കി മാറ്റുക. ഇതാ ഈ ഒരു വലുപ്പത്തിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വലുപ്പത്തിൽ എടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കാം. 4 ബോൾസ് ആക്കി മാറ്റാം. അങ്ങനെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനൊരു പോലത്തെ ഒരു 6 ബോൾസാണ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതാ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഉരുളകളാക്കി എടുക്കുക. നിങ്ങൾക്ക് പരത്താനും അതുപോലെ കട്ട് ചെയ്യാനും എല്ലാം എളുപ്പത്തിന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ബോൾസാക്കി മാറ്റുക. അപ്പോൾ ഞാനൊരു 6 ബോൾസാണ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും എടുത്ത് പരത്തി എടുക്കണം. അപ്പോൾ ആദ്യം ഉരുളകളാക്കിയത് നോക്കിയിട്ട് ആദ്യം എടുത്ത് പരത്തുക. പിന്നെ ബാക്കിയുള്ളത് ഒന്ന് അടച്ച് വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയിപ്പോവും. അപ്പം ചപ്പാത്തി പലകയിൽ അല്പം മൈദ തൂകിയതിന് ശേഷം ഇത് ഒന്ന് പരത്തിയെടുക്കാം. പരത്തുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ച് പരത്തരുത്. നമ്മൾ വട്ടൂരക്കെല്ലാം പരത്തുന്നില്ല. 2 ചപ്പാത്തി ഒരു 3 ചപ്പാത്തിയെല്ലാം അത്ര അട്ടിക്ക് വെച്ചാൽ അത്ര തിക്നെസ് ഉണ്ടാവും. ആ ഒരു തിക്നെസ്സിൽ വേണം പരത്തിയെടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ പരത്തി എടുത്തിട്ട് ഇതുപോലെ പരത്തി എടുക്കുക. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ബിസ്ക്കറ്റ് കട്ടറോ എന്തെങ്കിലും കയ്യിലുള്ളത് എടുക്കുക. അതുമില്ലെങ്കിൽ മൂടി എന്തിനും കുപ്പിൻ്റെ മൂടി എടുത്താൽ മതി. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര വെച്ച് കൊടുക്കുക. നമ്മൾ അടയാളപ്പെടുത്തിയതിൻ്റെ പുറത്ത് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ റൗണ്ടിലും ഇതുപോലെ ചിക്കൻ വെച്ച് കൊടുക്കുക. എല്ലാത്തിലേക്കും ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത് മയോണീസാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ മയോണീസ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക ചിക്കൻ്റെ മുകളിലായിട്ട്. എല്ലാത്തിലേക്കും മയോണീസ് വെച്ചതിന് ശേഷം നമുക്ക് നമ്മളെ ചമ്മന്തി ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക. കുറച്ചായിട്ട് വെച്ച് കൊടുത്താൽ മതി. ആ ഒരു റൗണ്ടിൽ നിന്ന് പുറത്ത് പോകാത്ത രീതിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ വലിയ റൗണ്ട് ആക്കുന്നതിലും നല്ലത് ഇതുപോലെ ചെറിയ റൗണ്ട് ആക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. എല്ലാത്തിലേക്കും ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്തെടുത്ത മുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. മുട്ട വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുട്ട വെക്കുന്നില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചിക്കനും മയോണീസും ചമ്മന്തിയും മാത്രം വെച്ചിട്ട് നമുക്കിത് റെഡിയാക്കാം. അങ്ങനെയും നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഒരെണ്ണത്തിൽ മുട്ട വെക്കാൻ വിട്ടുപോയതാണ്. ഞാൻ മുട്ട വെക്കാണ്ടും ഇത് കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് സെയിം വലുപ്പത്തിൽ തന്നെ ഞാൻ മറ്റൊരെണ്ണം കൂടെ പരത്തിയിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കൈൻ്റെ വിരൽ വെച്ചിട്ടൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളും. എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത ആ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫില്ലിങ് വെച്ച ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ മനസ്സിലാവും, അങ്ങനെ പൊന്തി നിൽക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഫില്ലിങ് പുറത്തു നിന്നുള്ള പേടിയൊന്നും വേണ്ട. ഇതുപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. ആ ഒരു ഫില്ലിങ് വെച്ച ഭാഗം നമുക്ക് മനസ്സിലാവുമല്ലോ, അതിനനുസരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി വരുന്ന ആ ഒരു മാവ് നമുക്ക് എടുത്ത് മാറ്റാം. ഈ ഒരു മാവ് കളയണ്ട കേട്ടോ. നമുക്ക് വീണ്ടും ഒന്ന് കുഴച്ചതിന് ശേഷം പരത്തിയിട്ട് ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ പരത്തിയിട്ട് നമുക്കിതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഫില്ലിങ്ങെല്ലാം വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ഒരുപാട് സമയം വെക്കണ്ട. അങ്ങനെയാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മയോണീസും അതുപോലെ ചമ്മന്തിയെല്ലാം ഉണ്ടല്ലോ, അപ്പം ഒട്ടിപ്പിടിക്കുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ പരത്തിയിട്ട് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒന്നുകിൽ ഒരു 20 മിനിറ്റെല്ലാം വെക്കുക, കൂടുതൽ ടൈം വെക്കണ്ട, പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഒരെണ്ണം കൂടെ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. രണ്ടാമത് ഞാൻ ആക്കിയത് മുട്ട ഇടാണ്ടാണ് കേട്ടോ. മുട്ട ഇട്ടിട്ടും മുട്ട ഇടാണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കുക. തീ കൂട്ടി വെക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കളർ മാറിപ്പോകും. ഒരുപാടങ്ങ് നല്ലോണം ബ്രൗൺ കളർ ആവണ്ട, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മാത്രം മതി. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയാൽ മതി. നമ്മൾ ബട്ടൂരിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലോണം കളർ മാറില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
എന്നിട്ട് ബാക്കിയുള്ളതും കൂടി സെയിം രീതിയിൽ തന്നെ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഇതാ എല്ലാം ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.